നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി ശാന്തതയെ അനുഭവിച്ചുകൊണ്ട് ഈ വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ശിവഭഗവാനെ വഴിപെടുന്നു എന്ന് പറയുമ്പോൾ അതെന്താണെന്നാണ് വിചാരിക്കുന്നത്? പൂജകളോ മന്ത്രോച്ചാരണങ്ങളോ മാത്രമാണോ അത്? ശിവഭഗവാനെ വഴിപെടുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ശിവഭഗവാന്റെ ഗുണങ്ങളെ അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിനോട് ചോദിക്കുക, നിന്റെ മനസ്സിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ സമയങ്ങളുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ശിവബോധം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഓരോരുത്തരും സ്വയം ചോദിക്കുക. ശിവഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ, ശിവഭഗവാൻ വെറും ഒരു ദൈവമല്ല. ശാന്തിയാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, കരുണയാണ്. ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ശിവഭഗവാൻ. നമ്മുടെ ഉള്ളിൽ ശിവബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയം, കോപം, വിഷാദം എന്നിങ്ങനെയുള്ള പല വിഷയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ്. ശിവൻ എല്ലായിടത്തുമുണ്ട്. പ്രകൃതിയിൽ, വായുവിൽ, വെള്ളത്തിൽ, ഹൃദയത്തിൽ. നമുക്ക് ഭഗവാനെ വേർതിരിച്ചറിയാൻ വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ്. നമ്മൾ എപ്പോഴും സ്വയം ചിന്തിക്കണം, ശിവബോധം ഉള്ള ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? എനിക്കെൻ്റെ മനസ്സിൽ ശാന്തി അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ശിവഭഗവാനെ പറ്റി ഓർക്കുമ്പോഴെങ്കിലും. ഭഗവാന്റെ രൂപം എന്താണെന്ന്, അല്ലെങ്കിൽ ശിവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. ധ്യാനനിമീലനായിരിക്കുന്ന ശിവഭഗവാന്റെ ആ ഒരു ശാന്തസ്വരൂപം. ഭഗവാന്റെ ജടാമുടി എന്താണ് നമ്മളെ ബോധിപ്പിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. ചിതാഭസ്മം നമ്മളോട് പറയുന്നത് നിന്റെ അഹങ്കാരത്തെ നശിപ്പിക്കണമെന്നാണ്. ഭഗവാന്റെ നീലകണ്ഠം വിഷം സഹിക്കാനുള്ള കരുണ കാണിക്കണമെന്നാണ്. ആ വിഷത്തിന് സമാനമായ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് നേരെ വന്നാലും അതിനെയെല്ലാം കരുണയോടെ കാണാൻ നമ്മൾ പഠിക്കണം. മൂന്നാം കണ്ണ് നമ്മളോട് പറയുന്നത് ആത്മജ്ഞാനമാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ആത്മജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ല, ഒന്നിനെ പറ്റിയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എത്രയും ജടാമുടി, ചിതാഭസ്മം, നീലകണ്ഠം, മൂന്നാം കണ്ണ് ഇവയെല്ലാം ഒരു പ്രതീകം മാത്രമായിട്ട് ആരും കരുതരുത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ ഗുണങ്ങളെ പിന്തുടരുന്നത് ആവശ്യമാണ്. ശിവഭഗവാനെ സത്യമായി വഴിപെടുന്നത് നമ്മളുടെ ഹൃദയത്തിൽ ശുദ്ധമായ ഭക്തി കൊണ്ടാണ്. ശ്വാസത്തിലും ചിന്തയിലും ശിവനെ സ്മരിക്കണം, മനസ്സിനെ ശാന്തമാക്കണം. നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, ദിവസവും എത്ര സമയം ശിവനെ ഓർക്കുന്നുണ്ട്? ഓർമ്മയിൽ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നത്? ആ ശിവനെ പറ്റിയുള്ള ഓർമ്മ, ആ ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത്? ഓരോരുത്തർക്കും അത് അനുഭവിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. സ്വയം ചോദിക്കണം അത്. ഭഗവാന്റെ ധ്യാനമെന്ന് പറയുമ്പോൾ ശിവത്തെ ഉള്ളിൽ അനുഭവിക്കാനുള്ള ഒരു മാർഗമാണത്. ശ്വാസത്തിൽ നമ്മൾ ഓം നമഃശിവായ എന്ന മന്ത്രത്തെ ഉൾപ്പെടുത്തണം. ഓരോ ശ്വാസത്തിലും ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ എല്ലാം നമ്മൾക്ക് മനസ്സിലൊരു ശാന്തി അനുഭവിക്കാൻ പറ്റും. അത് പരിചയമില്ലെങ്കിൽ ദിവസം തോറും കുറച്ച് സമയം അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ എന്നും, ശ്വാസത്തെ വെളിയിലേക്ക് പോകുമ്പോൾ ശിവായ എന്നും പറഞ്ഞ് ആ ഒരു ശ്വാസ നിയന്ത്രണത്തെ പ്രാക്ടീസ് ചെയ്യണം. നമഃശിവായ. നമ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്കും, ശിവായ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്കും പോകണം. അങ്ങനെ ആയിരിക്കണം ആ ഓം നമഃശിവായ എന്ന ഒരു മന്ത്രം ജപിക്കേണ്ടത്. നമ്മൾ ദിനം പ്രതി ജപിക്കുമ്പോൾ ആ ഓം കൂടെ ആവശ്യമില്ല, സദാസമയം നമ്മൾക്ക് ജപിക്കാവുന്ന കാര്യമാണ്. ഓരോ ശ്വാസത്തിലും ഭഗവാനെ നമ്മൾക്ക് മനസ്സിലേക്ക് ആവാഹനം ചെയ്യാം.
നമഃശിവായ നമഃശിവായ. നമ എന്ന് പറയുമ്പോൾ ഉൾശ്വാസത്തിലും ശിവായ എന്ന് പറയുമ്പോൾ വെളിയിലേക്ക് പോകുന്ന ശ്വാസത്തിലും ഉൾപ്പെടുത്തണം. അങ്ങനെ ആയിരിക്കണം ഓം നമഃശിവായ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ ഈ ശിവബോധം നമ്മളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ ശിവബോധം വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നിനെ പറ്റിയും ഭയമുണ്ടാകില്ല. നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് കോപം വരില്ല. ആ കോപത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മളുടെ സഹിഷ്ണുതയെ വർദ്ധിപ്പിക്കാൻ പറ്റും. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റും. അതാണ് ഈ ശിവബോധം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണത്. ഓരോരുത്തരും ചോദിക്കുക, നിങ്ങളുടെ പ്രവൃത്തികളിൽ ശിവഗുണങ്ങളെ നിങ്ങളുടെ പ്രവൃത്തികളിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ശിവൻ്റെ ആ ഗുണങ്ങളെ പ്രതിഫലിക്കുന്നുണ്ടോ? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ആ ഒരു ശിവബോധം വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു നിങ്ങളുടെ അത്രയ്ക്ക് നിങ്ങൾക്ക് പ്രഷർ കൊടുത്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. ശിവഭഗവാനെ കാണുവാൻ വേണ്ടി നമ്മളൊന്നും പുറത്തു പോയി അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. ശിവം ശാന്തം, ശിവം മംഗളം, ശിവമനന്തം. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ശിവൻ്റെ ഗുണം നമ്മൾ പാലിക്കണം. അപ്പോൾ ശിവനെ വഴിപെടുക എന്ന് പറയുമ്പോൾ പൂജയിലോ ദീപത്തിലോ അല്ലാതെ ഹൃദയത്തിലെ ശുദ്ധതയിലും ജീവിതത്തിലെ പ്രതിപ്രവൃത്തിയിലുമാണത്. ശിവബോധത്തിലൂടെ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം. മനസ്സിൽ ഭയം കുറയുന്നുണ്ടോ? ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ശിവബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ വിഷയങ്ങളത്രയും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ശ്വാസത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ നമ്മൾക്ക് ശിവൻ്റെ ഗുണങ്ങളെ അനുഭവിക്കാൻ കഴിയണം. ഒരു നിമിഷമെങ്കിലും നിശബ്ദമായിരുന്ന് ശ്വാസത്തിനെ ആഴത്തിൽ എടുത്ത് ശ്വാസം പുറത്തു വിടുമ്പോൾ നമഃശിവായ മന്ത്രം മനസ്സിൽ ഒരു തവണയെങ്കിലും ജപിക്കുക. അതിലൂടെയാവട്ടെ നിങ്ങളുടെ ശിവനിലേക്കുള്ള യാത്രയുടെ തുടക്കം. ഭജിക്കുക, ഭഗവാൻ എപ്പോഴും കരുണാമൂർത്തിയായി നമ്മളുടെ ഒപ്പമുണ്ട്. ഭഗവാനെ നമ്മൾ വെളി ഉലകത്തിലൊന്നും നമ്മൾ തേടേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലാണ് ഭഗവാനെ കുടിയിരുത്തേണ്ടത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.